ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ. സുറിയാനി പള്ളികളിലൊക്കെ നേർച്ചയായിട്ട് കൊടുക്കാറുള്ള തമുക്കാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വെറും 5 മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആരും മിസ്സാക്കല്ലേ. വൈകുന്നേരം ചായക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നമുക്ക് വേഗം തന്നെ കാണാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഈ ഒരു ചെറിയ അളവ് കപ്പിന് 1 കപ്പ് അളവിൽ ഞാൻ അരി എടുത്തിട്ടുണ്ട്. ചുമല അരി ഉണ്ടല്ലോ, മട്ട അരി, അതാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി അതിൻ്റെ ആ ഈർപ്പമൊക്കെ മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വറുത്തെടുത്താൽ മതി. അരി നന്നായിട്ട് വറുത്ത് പൊട്ടി വരും. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. പിന്നെ വെളുത്ത അരി ഉണ്ടെങ്കിൽ അതെടുക്കുക. മട്ടയരി ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതില്ലെങ്കിൽ സാധാ വെള്ളയരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇപ്പോൾ അത് അരിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുത്താൽ മതി. ഇതാണ് കറക്റ്റ് അതിൻ്റെ ഒരു പരുവം. ഒരുപാട് അങ്ങ് കറുത്ത് പോകല്ലേ. അപ്പോൾ അതൊക്കെ നോക്കി വേണം ഇങ്ങനെ ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോകാതെ നോക്കി വേണം എടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ഏലക്കായുടെ സീഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ മാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് കഴിയും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ചൂടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനിനി മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ചെറിയ മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒരുപാട് അങ്ങ് ഭസ്മം പോലെ, അതായത് ഒത്തിരി അങ്ങ് പൗഡർ പോലെ ആക്കണ്ട. അല്പം തരിതരിയായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ചെറിയ അളവ് കപ്പിന് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ. എൻ്റെ ഈ ജീരകപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത്. എന്നിട്ട് ഒരു നുള്ളു ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. 1 2 പഴം നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വലിയൊരു പഴമായിരുന്നേ, അത് ഒരെണ്ണമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ അവധിയല്ലേ, സ്കൂളിൽ പോകണ്ടല്ലോ. 4 മണിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. കളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ഹെൽത്തിയാണ്, ഈസിയുമാണ്. ചായയുടെ കൂടെയോ കാപ്പിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. കഴിക്കുന്നതിനൊപ്പം തന്നെ പെട്ടെന്ന് വയറും നിറയും കേട്ടോ. വളരെ ഈസി അല്ലേ, കാണുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്നും. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഈ അരി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ആരുടെയും വീട്ടിൽ തീരുന്ന ഒന്നല്ല. പിന്നെ തേങ്ങ കാണുമല്ലോ, അപ്പോൾ കുറച്ച് അരിയും ഒന്ന് വറുത്ത് ഇച്ചിരി തേങ്ങ ഒന്ന് ചിരകി ഇതിലേക്ക് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഞെരടിയാൽ മതി. പിന്നെ ശർക്കര തന്നെ ചേർക്കണമെന്നില്ല, ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർത്താലും മതി കേട്ടോ. പഴം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് സുറിയാനി പള്ളികളിൽ അവരുടെ ആ ഒരു തമുക്ക് പെരുന്നാളിന് കൂടുതലായിട്ട് ഉണ്ടാക്കും. പിന്നെ അതുപോലെ നേർച്ചയ്ക്ക് ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിടുന്ന വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്